നമസ്കാരം. രാമായണത്തിൽ ലക്ഷ്മണോപദേശം എന്ന ഭാഗമാണ് പറയാൻ പോകുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത രാമനെ 14 വർഷത്തെ വനവാസം വിധിച്ച ദശരഥ മഹാരാജാവിനെ വൃദ്ധൻ, സ്ത്രീലമ്പടൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ വിളിക്കുകയും അച്ഛനെ ബന്ധിച്ച് തടവറയിലാക്കിയ ശേഷം രാമനെ രാജാവായി വാഴിക്കുമെന്നും പറഞ്ഞ് ലക്ഷ്മണൻ കൈകേയിയുടെ നേർക്ക് ഊരിപ്പിടിച്ച വാളുമായി കോപാകുലനായി വരികയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അന്നേരം ശ്രീരാമൻ വളരെ ഉചിതമായ രീതിയിൽ സൗമ്യനും ശാന്തനുമായി ലക്ഷ്മണനെ തടയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഓരോ ജീവജാലങ്ങളും എങ്ങനെയുള്ളവരാണ്, മനുഷ്യൻ അതിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നെല്ലാം ഓരോ മനുഷ്യജന്മങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിൽ മനഃശാസ്ത്രപരമായാണ് അതിലെ വാക്കുകൾ. ശ്രീരാമൻ നൽകുന്നത് മനഃശാസ്ത്രപരമായ ഒരു പാഠമാണ്. ശ്രീരാമൻ ആദ്യം തന്നെ വിഷമത്താൽ കോപാകുലനായ വ്യക്തിയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. താൻ ബഹുമാനിക്കുന്നതും വളരെയധികം സ്നേഹിക്കുന്നതുമായ ശ്രീരാമൻ്റെ സ്പർശനം ലക്ഷ്മണനിൽ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നു. വിഷമത്താൽ കോപാകുലനായ ഒരുവനെ തണുപ്പിക്കാൻ ഏറ്റവും അടുത്ത വ്യക്തിയുടെ സ്പർശനം കൊണ്ട് സാധിക്കും എന്നവിടെ ബോധ്യപ്പെടുത്തുന്നു. പിന്നീട് വത്സ, സൗമിത്രേ, കുമാര എന്നാണ് വിളിക്കുന്നത്. വത്സ എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവം മോനെ, കുട്ട എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, ആ വാത്സല്യമാണ് കാണുന്നത്. സൗമിത്രേ എന്നത് സുമിത്രയുടെ മകനെ എന്നാണ്. നമ്മൾ മോശം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അച്ഛനെയും അമ്മയെയും മോശം പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയെയും വേദനിപ്പിക്കും. ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണൻ സുമിത്രയുടെ മകനാണ്, ഇങ്ങനെ പറയാനും ചെയ്യാനും പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. കുമാര എന്നത് കൗമാരക്കാരനാണ്, അച്ചടക്കം വേണം എന്നതും വാത്സല്യപൂർവം മനസ്സിലാക്കി കൊടുക്കുന്നു. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. മത്സരിക്കാനുള്ള പ്രവണത ഉപേക്ഷിച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണം എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു. കോപാകുലനായ അല്ലെങ്കിൽ വളരെയധികം വൈഷമ്യം അനുഭവിക്കുന്ന ഒരുവനെ എങ്ങനെ ശാന്തമാക്കാമെന്നും നമ്മൾ പറയുന്നത് കേൾക്കാൻ എങ്ങനെ സന്നദ്ധരാക്കാമെന്നും ശ്രീരാമൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. നിന്നെ ഏറ്റവും അറിയുന്നത് എനിക്കാണ്. മറ്റാരെക്കാളും നിനക്ക് എന്നെ ഇഷ്ടമാണ്, പിരിയാൻ കഴിയില്ല എന്നും എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇത് വിഷമഘട്ടത്തിൽ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന സാന്ത്വന വാക്കുകളാണ്. എങ്ങനെ ഒരാളെ ആശ്വസിപ്പിക്കണമെന്ന് കൃത്യമായി ശ്രീരാമൻ പ്രകടമാക്കുന്നുണ്ട്. നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായി യാതൊരു കാര്യവുമില്ലെന്ന് ഉറപ്പാണെങ്കിലും നീ ഒരു കാര്യം കേൾക്കണം. നേരിട്ട് കാണുന്ന രാജ്യവും ശരീരവും ലോകവും ധാന്യങ്ങളും ധനവും സത്യമാണെങ്കിലും അവ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതില്ലെങ്കിൽ എന്താണ് ഫലം? സുഖാനുഭവങ്ങളെല്ലാം മിന്നൽ പിണർ പോലെ നിമിഷ നേരത്തേക്കുള്ളതാണ്. അതുപോലെ തന്നെ വേഗത്തിൽ നഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ആയുസ്സും. ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന വെള്ളത്തുള്ളിക്ക് സമം മനുഷ്യജന്മം കുറച്ചു നേരത്തേക്ക് മാത്രമേ കാണുകയുള്ളൂ. മർത്യജന്മത്തിൻ്റെ ഈ ചെറിയ കാലയളവിൽ പരസ്പരം മത്സരിക്കാതെ ബഹുമാനവും വാത്സല്യവും പ്രേമവും കൈവെടിയാതെ ജീവിക്കണം എന്നാണ് ഈ വാക്കുകൾ അർത്ഥമാക്കുന്നത്. പാമ്പിൻ്റെ വായിലകപ്പെട്ടിരിക്കുന്ന തവള അവിടെ ഇരുന്ന് ആഹാരം തേടുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ടിരിക്കുന്ന മനുഷ്യർ
ചഞ്ചലചിത്തരായി സുഖങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. മക്കൾ, സുഹൃത്തുക്കൾ, ഭാര്യ എന്നിവരോടൊത്തുള്ള കൂടിച്ചേരൽ കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണെന്നും നീ മനസ്സിലാക്കണം. സ്വപ്നം പോലെ ക്ഷണികമാണ് ദാമ്പത്യസുഖം. അതുപോലെ തന്നെയാണ് ആയുസ്സും. ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്ന ഒന്നാണ്. വഴിയാത്രക്കാർ ക്ഷീണമകറ്റാനായി വഴിയമ്പലങ്ങളിൽ ഒത്തുചേരുകയും പിന്നീട് പല വഴിക്ക് വേർപിരിയുകയും ചെയ്യുന്നു. നദിയിലൂടെ ഒഴുകി നടക്കുന്ന തടിക്കഷ്ണങ്ങൾ എവിടെയെങ്കിലും തടയുകയും വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ ആത്മാവാണ് എന്ന് നീ മനസ്സിലാക്കണം. കുറച്ചുനാൾ ഒരു ശരീരത്തിലിരുന്ന ശേഷം മറ്റൊരു ശരീരം തേടി പോവുക തന്നെ ചെയ്യും. ഒരു വ്യക്തിക്കും ഐശ്വര്യവും യൗവനവും സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല. സ്നേഹവും ദേഷ്യവും ഇടകലർന്നുള്ള ജീവിതം ആകെക്കൂടി ആലോചിച്ചാൽ ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ്. ഒരു ശരീരമുണ്ട് എന്ന അഹങ്കാരത്താൽ ജന്തുക്കളായ നാം ഞാൻ ബ്രാഹ്മണനാണ്, രാജാവാണ്, ആഢ്യനാണ് എന്നൊക്കെ ചിന്തിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണം നമ്മെ കീഴ്പ്പെടുത്തുന്നു. പിന്നെ ശരീരം കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അത് ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോയേക്കാം, അല്ലെങ്കിൽ വെന്ത് വെണ്ണീറായി തീർന്നേക്കാം. അതുമല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ് മണ്ണിൽ കൃമികൾ തിന്നു പോയേക്കാം. അതിനാൽ ശരീരത്തെക്കുറിച്ചുള്ള അതിമോഹം നല്ലതല്ല. തൊലി, മാംസം, രക്തം, അസ്ഥി, മലം, മൂത്രം, ബീജം തുടങ്ങിയവ കൂടിച്ചേർന്ന നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അത് മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. ദേഹത്തിൻ്റെ അഭിമാന നിമിത്തം ഉണ്ടായ മോഹത്താലാണ് നീ ലോകം ദഹിപ്പിക്കുവാനായി ആഗ്രഹിച്ചത്. നീ അങ്ങനെ ചിന്തിച്ചതിൻ്റെ കാരണം നിനക്കുള്ള അജ്ഞതയാണ്. ദേഹത്തോടുള്ള അമിതമായ സ്നേഹമാണ് ദോഷങ്ങളെല്ലാം സംഭവിക്കാൻ കാരണമായി തീരുന്നത്. നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്നത് അവിദ്യയാണ്. ആഗ്രഹങ്ങൾ ഉള്ള കാരണം കൊണ്ടാണ് ഓരോ ജീവിതവും മുന്നോട്ടു പോകുന്നത്. അതിനാൽ അവിദ്യ മാതാവാകുന്നു. എന്നാൽ ഞാൻ കേവലം ശരീരമല്ല, ആത്മാവാണ് എന്ന ചിന്ത മോഹങ്ങൾക്കുമേൽ കടിഞ്ഞാണിടുന്നു. അതിനാൽ ആ അറിവ് വിദ്യയാണ്. സുഖലോലുപതയിൽ ഭ്രമിച്ചു കഴിയുന്ന ജീവിതത്തിന് കാരണമാകുന്നത് അവിദ്യയും അതിനെ ഇല്ലാതാക്കുന്നത് വിദ്യയുമാണ്. അതുകൊണ്ട് മോക്ഷം നേടണമെങ്കിൽ ഏകാഗ്രതയോടെ വിദ്യ അഭ്യസിക്കേണ്ടതാണ്. അവിടെ കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയവ നമ്മുടെ ശത്രുക്കളാണെന്നും നീ അറിയണം. ഇവയിൽ മോക്ഷത്തിന് തടസ്സമായി നിൽക്കാൻ ഏറ്റവും ശക്തിയുള്ളത് ക്രോധത്തിനാണ്. അതിനാൽ നീ ക്രോധം വെടിയണം. ക്രോധം ഒരുവനെ പശ്ചാത്തപിക്കുവാനും ആ പശ്ചാത്താപം മറ്റുള്ളവരാൽ തിരിച്ചറിയാതിരിക്കുവാനും കാരണമാക്കുന്നുണ്ട്. ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും കൂടപ്പിറപ്പുകളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒരു നിമിഷത്തെ ക്രോധനിമിത്തം മനുഷ്യർ കൊല്ലുന്നുണ്ട്. ക്രോധം അങ്ങനെ മനോദുഃഖമുണ്ടാക്കുന്നു. ലൗകിക ജീവിതത്തിൽ മനുഷ്യനെ തളച്ചിടുന്നത് ക്രോധമാണ്. ധർമ്മത്തിൻ്റെ ക്ഷയത്തിന് കാരണമാവുന്നതും ക്രോധമാണ്. അതിനാൽ ക്രോധം ത്യജിക്കുക, സ്നേഹത്തിൻ്റെ പാതയിലേക്ക് വരിക. രാമായണത്തിലെ ലക്ഷ്മണോപദേശത്തിൻ്റെ സംഗ്രഹമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത്യാഗ്രഹം നല്ലതല്ല, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണം എന്നുള്ളതാണ് രാമായണത്തിലെ ലക്ഷ്മണോപദേശം നമുക്ക് നൽകുന്ന സാരാംശം.